ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ആക്റ്റീവ് വോയിസ് ആൻഡ് പാസീവ് വോയിസിനെ പറ്റിയാണ്. എക്സാമ്പിൾസ് നോക്കാം. ദ ഹണ്ടർ കിൽഡ് ദ ലയൺ. ദ ലയൺ വാസ് കിൽഡ് ബൈ ദ ഹണ്ടർ. ഇതിലാദ്യം പറഞ്ഞ സെൻറ്റൻസ് ദ ഹണ്ടർ കിൽഡ് ദ ലയൺ എന്നത് ആക്റ്റീവ് വോയിസും ദ ലയൺ വാസ് കിൽഡ് ബൈ ദ ഹണ്ടർ എന്നത് പാസീവ് വോയിസുമാണ്. മറ്റൊരു ഉദാഹരണം കൂടി നോക്കാം. രാമ കിൽഡ് രാവണ. Active voice. Ravana was killed by Rama. Passive voice. Interchange the object and subject with each other. Object of the active sentence become the subject of the passive voice. ശ്രദ്ധിക്കുക, ആക്റ്റീവ് വോയിസിലുള്ള ഒരു സെൻറ്റൻസിനെ പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ ആക്റ്റീവ് വോയിസിലെ ഒബ്ജക്റ്റ് പാസീവ് വോയിസിലെ സബ്ജക്റ്റായിട്ട് മാറുന്നു. When an action performed by the subject is expressed by the verb, it is an active voice. Active voice is used when more straightforward relation and clarity is required between the subject and the verb. കർത്താവ് ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ ക്രിയ അത് പ്രകടിപ്പിക്കുന്നു. ഇതാണ് ആക്റ്റീവ് വോയിസ്. കർത്താവിനും ക്രിയയ്ക്കുമിടയിൽ കൂടുതൽ കൃത്യമായ ബന്ധവും വ്യക്തതയും ആവശ്യമുള്ളപ്പോൾ ആക്റ്റീവ് വോയിസ് ഉപയോഗിക്കുന്നു. ദ പാസീവ് വോയിസ് ഈസ് യൂസ്ഡ് വെൻ വി വാണ്ട് ടു എംഫസൈസ് ദ ആക്ഷൻ, ദ വെർബ് ആൻഡ് ദ ഒബ്ജക്റ്റ് ഓഫ് എ സെൻറ്റൻസ് റാദർ ദാൻ സബ്ജക്റ്റ്. ഒരു സെൻറ്റൻസിൽ സബ്ജക്റ്റിനേക്കാൾ പ്രാധാന്യം ക്രിയയ്ക്കും കർമ്മത്തിനും വേണ്ടി വരുന്ന സാഹചര്യത്തിൽ പാസീവ് വോയിസ് ഉപയോഗിക്കുന്നു. Change the base verb in the active sentence into the past participle third form of verb in a passive sentence. ആക്റ്റീവ് സെൻറ്റൻസിലെ ബേസ് ഫോം ഓഫ് ദ വെർബിനെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമിലേക്ക് മാറ്റപ്പെടുന്നു. പാസീവ് വോയിസിലേക്ക് മാറുമ്പോൾ പാസ്റ്റ് പാർട്ടിസിപ്പിളാക്കി മാറ്റപ്പെടുന്നു. ഓർക്കുക, ഒരിക്കലും ബേസ് ഫോം ഓഫ് ദ വെർബ് പാസീവ് വോയിസിൽ ഉപയോഗിക്കുന്നില്ല. ഇൻ പാസീവ് വോയിസ് സംടൈംസ് ദ സബ്ജക്റ്റ് ഈസ് നോട്ട് യൂസ്ഡ്. The subject in the passive voice can be omitted if the sentence without it gives enough meaning. ചില സന്ദർഭങ്ങളിൽ പാസീവ് വോയിസിൽ സബ്ജക്റ്റ് ഉപയോഗിക്കുന്നില്ല. സബ്ജക്റ്റ് ഇല്ലാതെ തന്നെ സെൻറ്റൻസിന് വേണ്ടത്ര മീനിങ് ലഭിക്കുന്ന സാഹചര്യങ്ങളിൽ സബ്ജക്റ്റിനെ ഒഴിവാക്കുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.